എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ ക്യാരറ്റ് ഡ്രിങ്കാണ്. ഈ ചൂട് സമയത്തും കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. അതിനായി ഞാൻ 2 ക്യാരറ്റ് അരിഞ്ഞെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏലക്കയും ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് പാലും ഒഴിച്ച് അടിച്ചെടുക്കാം. ചെറുതായി ഒന്ന് അടിഞ്ഞു വരുമ്പോൾ ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് നല്ലതുപോലെ അടിച്ച് ഒരു അരിപ്പയിൽ അരിച്ചൊഴിക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അരിച്ചെടുത്ത ഈ ജ്യൂസും ബാക്കി പാലും ചേർത്ത് കുറച്ച് പാല് മാറ്റി വയ്ക്കണം. കസ്റ്റേർഡ് പൗഡർ കലക്കാൻ വേണ്ടിയിട്ടാണ്. അടുപ്പിൽ വെച്ച് നല്ലതുപോലെ കാച്ചിയെടുക്കുക. ഈ സമയത്ത് 1 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറും മാറ്റി വെച്ചിട്ടുള്ള പാലൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക, കട്ടകളില്ലാതെ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി തിളയ്ക്കാറായിട്ടുണ്ട്. ഇതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ കട്ടകൾ കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പരുവമാകുമ്പോൾ അഥവാ തിളയ്ക്കുമ്പോൾ ഈ ഒരു പരുവത്തിന് കാച്ചിയെടുത്ത് തീ ഓഫാക്കാം. ഞാൻ ഈ ക്യാരറ്റ് ജ്യൂസിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചൗരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണ് കാണിക്കാത്തത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കട്ടകളില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് കസ്കസും കുറച്ച് തണ്ണിമത്തൻ അരിഞ്ഞതും മാതളവും ഒരു ആപ്പിൾ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുത്തതാണ്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കുക. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു, ഞാൻ അതൊക്കെ ചേർത്തതാണ്. എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ. എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബും ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ബദാം ചോപ്പ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ ചൂട് സമയത്തും നോയമ്പ് കാലത്തും കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ബൈ.